ലക്ഷക്കണക്കിന് ഉറുപ്പിക മുടക്കി പത്രങ്ങളിൽ ഒരു വോട്ടർമാരുടെ കാര്യം മെസ്സേജാണല്ലോ. അതാണല്ലോ അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഇലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞാൽ എന്താ, പൊളിറ്റിക്കൽ മെസ്സേജാ. ആ മെസ്സേജിന് വേണ്ടിയിട്ട് ഇപ്പം സ്വരാജ് വായിക്കുന്നത് കുറേ രാഷ്ട്രീയം പറയുന്നുണ്ട്. ഞാനും പരസ്യം കൊടുത്തിട്ടുണ്ട്, ഞാനും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്താ ഈ കൈ ഇങ്ങനെ കെട്ടി നിന്നിട്ട് സ്നേഹം തന്നാൽ തിരിച്ച് ഡബിളായി തരും എന്നും കൂടെ ഉണ്ടാവും. ആരെ കൂടെ ഒന്ന് ആലോചിച്ചു. എന്തൊരു മെസ്സേജാ, ഇതെന്താ സിനിമയെ? അതുകൊണ്ടാണ് പറഞ്ഞ അയാൾ കഥ എഴുതുകയായിരുന്നു, അദ്ദേഹം കഥ എഴുതാൻ വീണ്ടും പോകും. നല്ല ജോലിയാണ്, അദ്ദേഹത്തിന് കഴിവുണ്ട്, അതിൽ അഭിനയിക്കാനും അറിയും. അഭിനയ പാടവത്തിന്റെ എന്താ പറയുക മൂർത്തിഭാവം എപ്പോഴും പ്രകടിതമാക്കി മനുഷ്യരുടെ ഇടയിൽ കൂടെ നടക്കുന്ന ആളാ. അതങ്ങനെ നടക്കട്ടെ. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു പത്രപരസ്യത്തിൽ സിനിമാ സ്റ്റൈലിൽ മനസ്സിലായി. ആ ഫോട്ടോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ഇങ്ങനെ ചരിഞ്ഞിട്ട് ഇങ്ങനെ ചരിഞ്ഞിട്ട് ഇങ്ങനെ. ആ കാലൊക്കെ കഴിഞ്ഞ മക്കളെ നമുക്ക് കാണാം. ഓക്കെ, സ്വരാജ് സെക്രട്ടേറിയറ്റിലേക്ക് പോകും. പുതിയ AKG സെന്റർ നല്ല സൗകര്യം, നിയമസഭേനേക്കാളും സൗകര്യമാണ്. വിശാലമായ സെക്രട്ടേറിയറ്റ് പാർട്ടി സെന്ററാണല്ലോ. അപ്പോൾ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്കൊക്കെ ഒരു മന്ത്രിയെക്കാളും സൗകര്യം അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും പിണറായി സത്തിന് ആൾക്കാർ ആ കാര്യത്തിൽ പൈസ ഒക്കെ കൊടുത്ത ആരാ നമുക്കറിയാലോ. അപ്പോൾ പാർട്ട്ണർ ആരാ? അദാനിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെക്കാളും സൗകര്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോളം സൗകര്യം ഓരോ മുറികളും സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. ആർക്ക്? സ്വരാജിന്. അതിലേറെ സൗകര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. എന്ത് സംശയം, എന്താ സംശയം? PVNമാർ ഒറ്റക്കല്ല നിയമസഭയിലേക്ക് പോകുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന നിലമ്പൂരിലെ ആയിരക്കണക്കിന് ആളുമായിട്ടാണ്. ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തതാ വൈകുന്നേരം. ആയിരക്കണക്കിന് ആളുമായിട്ട് ചിലപ്പോൾ ഞങ്ങൾ കാൽനടയായിട്ട് ഒരാഴ്ച എടുത്തിട്ടായിരിക്കും പോവുക. അല്ലല്ല, അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ജനങ്ങളെയും കൂട്ടിയിട്ട്. അല്ല, മമതയൊക്കെ വരും നോക്കാതെ. മമതയല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഈ പറയുന്ന പിണറായിസാണല്ലോ. സത്യപ്രതിജ്ഞ ചെയ്യാൻ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെയും കൂട്ടിയിട്ട് ചിലപ്പോൾ നടന്നു പോകും. അല്ല, അങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, മനസ്സിലായില്ലേ? ഇത് സംഭവിക്കുള്ളൂ. നമുക്ക് കാണാം. ഒരു അമിതമായല്ല, അത് ആത്മവിശ്വാസമാണ്. അത് ആ ജനങ്ങളെ എനിക്കറിയുന്നതുകൊണ്ടുള്ള ആത്മവിശ്വാസമാണ്. ആ ജനങ്ങൾക്ക് എന്നെ അറിഞ്ഞിട്ടുണ്ട് പല ഘട്ടത്തിലും. ആ ആത്മവിശ്വാസമാണ്, മനസ്സിലായില്ലേ? ഇപ്പം ആ വയനാട് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണായി കിടക്കുക. രണ്ടാമത്തെ വർഷക്കാലം തുടങ്ങി. ഇന്നോ നാളെയോ ഇനിയും ദുരന്തം ഉണ്ടാകാൻ പോവാണ്. ഒരു കൊല്ലമായിട്ട് 776 കോടി ഉറുപ്പിക ഈ നാട്ടിലെ ജനങ്ങളെ. പ്രതിപക്ഷം അന്ന് ആകെ പറഞ്ഞെന്താ, ഇവിടെ ദുരിതാശ്വാസ നിധിക്ക് കിട്ടുന്ന പൈസ കൈമാറി പോകുന്നുണ്ട്, മറ്റേ വകമാറ്റി ചെലവാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയാൽ ജനങ്ങൾ സഹകരിക്കണം, അല്ലെങ്കിൽ സഹകരിക്കരുത്. പ്രത്യേക അക്കൗണ്ട് തുടങ്ങി 776 കോടി കിട്ടിയെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റേറ്റ്മെന്റ് അടക്കം പത്രത്തിൽ തന്നല്ലേ. ആകെ 400 വീടുകളാ കുടുംബങ്ങളാ പോയത് വരെ കണക്ക് പ്രകാരം. 1.25 കോടി രൂപയുടെ ചെക്ക് എഴുതിയ സാധുക്കൾക്ക് കൊടുത്ത് നിങ്ങൾ പോയിട്ട് സെറ്റിൽ ചെയ്തോ ഇവിടെ എന്ന് പറയാം. ഈ വാടകയ്ക്ക് വാടകയ്ക്ക് മനസ്സിലായില്ലേ? സർക്കാർ വാടക കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മരുന്നിന് പൈസ ഇല്ല. ഡയാലിസിസ് രോഗികളുണ്ട് 19 എണ്ണം, ഒരാളുമില്ല.